നമ്മളെല്ലാവരും ഒരു IT കമ്പനിയുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കേട്ട് മനസ്സിലാക്കി വന്നിട്ടുള്ളവരാണ്. ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മോർണിംഗ് 6 മണിക്കുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണ്. കമ്പനിയുടെ പ്രൊഫൈൽ, പ്രൊഡക്റ്റ് പ്ലാന്, ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. എല്ലാ ദിവസവും കാലത്ത് 6 മണിക്ക്, കാലത്ത് 11, രാത്രി 9, ഇങ്ങനെ 3 നേരം നമുക്ക് സൂം മീറ്റിംഗ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഫിസിക്കൽ പ്രോഗ്രാമുകളും ഡിജിറ്റൽ പ്രോഗ്രാമുകളും ഒക്കെ നമുക്ക് മുന്നിലുണ്ട്. റൈറ്റപ്പുകൾ, വോയിസുകൾ, PDF എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതാണ് കമ്പനി? കമ്പനിയുടെ പ്രൊഫൈൽ, പ്രോഡക്റ്റ്, പ്ലാൻ, ഇതെല്ലാം നമുക്ക് മുന്നിൽ ലൈവാണ്. തീർച്ചയായിട്ടും ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് എല്ലാവരിലേക്കും വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. ഈ കമ്പനിയിലേക്ക് എങ്ങനെ നമുക്ക് കടന്നു വരാം? ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് കടന്നു വരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, വളരെ ക്ലിയർ ആയിട്ട് കമ്പനിയുടെ പ്രൊഫൈൽ, പ്രൊഡക്റ്റ്, പ്ലാന്, സിസ്റ്റം ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരു എക്സ്പീരിയൻസ് ഉള്ള IT കമ്പനി ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഒക്കെ ചെറുതും വലുതുമായ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കെല്ലാം അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളും മൊബൈൽ ആപ്ലിക്കേഷനെല്ലാം നിർമ്മിച്ച് സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു IT കമ്പനി. ഏതൊരാൾക്കും MySaving.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് എല്ലാ കാര്യവും നമുക്ക് അറിയാൻ പറ്റും. MySaving.in. നേരെ താഴത്തേക്ക് പോയാൽ ഈ കമ്പനിയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയാം. കമ്പനിയുടെ പേര് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കമ്പനി ചെയ്യുന്ന പ്രോഗ്രാമുകളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ് കമ്പനി ചെയ്യുന്നത്. ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഒക്കെ കസ്റ്റമർ ബേസ് ഉണ്ട്. ചോദിക്കുന്നതിനനുസരിച്ചിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ, ആപ്ലിക്കേഷൻ എല്ലാം നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്, സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി. ഇന്റഗ്ര എന്ന ബ്രാൻഡിലാണ് ഈ കമ്പനി അറിയപ്പെടുന്നത്. ഇന്റഗ്ര എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന കമ്പനി ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യുന്നു. അത് നമുക്ക് ഇവിടെ പോയാൽ മനസ്സിലാക്കാൻ പറ്റും ഈ കമ്പനി എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച്. ഓക്കെ, ഈ കമ്പനിയുടെ ലീഗൽ കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ് എല്ലാം ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. താഴത്തേക്ക് പോയാൽ ഇവിടെ ഡോക്യുമെന്റ്സ് എന്ന് കാണുന്നില്ലേ, ഇതിമ ക്ലിക്ക് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ഓരോന്നും നമുക്ക് ക്ലിക്ക് ചെയ്താൽ അതിന്റെ PDF ഓപ്പൺ ആകും. ഇനി ഈ കമ്പനി മാർക്കറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, അതാണ് സേവ് ആപ്പ്. ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാകും സേവ് ആപ്പ്. സേവ് ആപ്പ് മൈ പേഴ്സണൽ ആപ്പ്. എന്താണ് സേവ് ആപ്പ്? നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാ ഭാഷകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന, ഏത് കുട്ടികൾക്കും എത്ര ഏജ് ഉള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന 16ഓളം ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, നമ്മുടെ പേഴ്സണാലിറ്റി, അങ്ങനെ A to Z കാര്യങ്ങൾ നമുക്ക് ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന, ഒന്നിനോടൊന്ന് ക്ലബ് ചെയ്ത്
16ഓളം ഫീച്ചേഴ്സ് ഉണ്ട്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് വരെ ഓരോന്നും ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ ട്യൂട്ടോറിയൽ അവിടെ കാണാൻ പറ്റും. ഇത് വായിച്ചു നോക്കി നമുക്ക് ഓരോ ഫീച്ചേഴ്സും നമുക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അറിയാത്തതാണെങ്കിൽ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം. പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിൽ കാണുന്ന ലാംഗ്വേജുകൾ അറബി, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഇങ്ങനെയുള്ള ഭാഷകളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മുടെ വരവ് എത്രയാണ്, ചെലവ് എത്രയാണ്, ഏത് ടൈമിൽ, ഒരു മാസമോ ഒരു വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷങ്ങൾ പോയി കഴിഞ്ഞാൽ പോലും ഓരോ ക്ലിക്കിൽ നമുക്ക് എത്ര രൂപയുടെ ഓരോന്നിനും എത്ര രൂപ ചെലവാക്കി എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ വരവ് എത്രയാണ്, ചെലവ് എത്രയാണ്, അതേപോലെ തന്നെ ബഡ്ജറ്റ്, വാലറ്റ്, ബില്ലിംഗ്, അസറ്റ്, ലയബിലിറ്റി, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ്, പാസ്വേഡ് മാനേജർ, ഡോക്യുമെന്റ് മാനേജർ, ടാസ്ക്, ഡയറി, ഡ്രീം, മൊബൈൽ റീചാർജ് ആൻഡ് DTH റീചാർജ്, വിസിറ്റിംഗ് കാർഡ്, വെബ്സൈറ്റ് ലിങ്ക് ആൻഡ് എമർജൻസി നമ്പർ. ഇത്രയും ഫീച്ചറുകൾ ഒരേ ഒരു ആപ്ലിക്കേഷനുള്ളിലുണ്ട്. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് പേയ്മെന്റ്സ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെലവുകൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു, അതങ്ങ് ഡിലീറ്റ് ചെയ്തതാണ്. ഓക്കെ, 8-ാം തീയതി ചെലവ് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം. 1000 രൂപ പെട്രോള്, ബ്രേക്ക്ഫാസ്റ്റ്, ഈ സ്നാക്സ്, ഫ്രൂട്ട്സ്, ബ്രേക്ക്ഫാസ്റ്റ്, ഇങ്ങനെ ഓരോന്ന് നമ്മളുടെ ചെലവ് കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് വളരെ സിമ്പിളാണ്. ഇതിൽ നമുക്ക് കാണുന്നുണ്ട് പ്ലസ് ബട്ടൺ. അതിൽ പോയിട്ട് നമ്മുടെ ചെലവ് ഏതാണോ അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്തിട്ട് ആ എമൗണ്ട് അങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ആണെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ക്യാഷ് സെലക്ട് ചെയ്യാം, ബാങ്ക് ആണെങ്കിൽ ബാങ്ക് സെലക്ട് ചെയ്യാം, കൊടുക്കുക. ഇതിലൂടെ തന്നെ നമുക്ക് പേയ്മെന്റിലേക്ക് കടക്കാൻ പറ്റും. ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ വഴി പേയ്മെന്റ് അയക്കാൻ പറ്റും. ഇനി അയക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എന്തായിട്ടുണ്ടാകും, റെക്കോർഡ് ആയിട്ടുണ്ടാകും. കണ്ടോ, 9-ാം തീയതി ഇന്ന് 100 രൂപ ഡ്രിങ്ക്സിന് വേണ്ടി കൊടുത്തു. അപ്പൊ ഇതിങ്ങനെ ഓരോന്നും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് 100 രൂപയല്ല 150 ആണ് കൊടുത്തത് തെറ്റിയതെങ്കിൽ ആ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 150 ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പൊ അതവിടെ 150 വന്നിട്ടുണ്ടാകും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇത് എന്റെ ചെലവല്ല, അപ്പൊ എനിക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മുടെ ചെലവുകൾ, പിന്നീട് നമ്മുടെ വരവ് എന്താണോ നമ്മുടെ വരുമാനം ആഡ് ചെയ്യുന്നതാണ് ഇവിടെ. പ്ലസ് ബട്ടണിൽ പോവുക, നമുക്ക് എവിടെ നിന്നാണ് വരുമാനം അത് സെലക്ട് ചെയ്യുക. ഇപ്പൊ സേവ് ആപ്പ് എന്നാണെങ്കിൽ സേവ് ആപ്പിൽ നിന്ന് എത്ര രൂപയാണോ ഒരു ദിവസത്തെ നമ്മുടെ വരുമാനം, ആ വരുമാനം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അത് ബാങ്കിലേക്ക് വന്നു സേവ് ചെയ്യാം, അവിടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു വരുമാനം കിട്ടി, ആ വരുമാനം നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യാം. അതാണ് സേവ് എന്ന് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. സേവ് കൊടുത്താൽ അത് നമുക്ക് 5000 കിട്ടി, അതിൽ നിന്ന് നമുക്ക് 1000 രൂപ വേണമെങ്കിൽ സേവിങ്സിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ 2000 രൂപ മാറ്റാം. അതാണ് സേവ് ബട്ടൺ കൊടുക്കുന്നു. അപ്പൊ മൈ സേവിങ്, നമുക്ക് വേണമെങ്കിൽ ആ 5000 ഒരു 2000 രൂപ നമുക്ക് വേറൊരു അക്കൗണ്ടിലേക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിവെക്കാൻ സഹായിക്കുന്നു. ഓക്കെ, ഇതിലൂടെ നമുക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് ആ അക്കൗണ്ടിലേക്ക് അവിടെ മാറ്റിവെക്കാൻ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ, അതുകൂടാതെ നേരത്തെ പറഞ്ഞു വാലറ്റ്, നമുക്ക് ഇവിടെ വാലറ്റ് ഉണ്ട്. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ വാലറ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെലവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ അത് കുറഞ്ഞു വരും. അതുകൊണ്ട് ഞാനൊരു 50,000 രൂപ ആഡ് ചെയ്തു.
ഓരോ ചെലവുകൾ അതിൽ നിന്ന് ചെലവാക്കുമ്പോൾ അതങ്ങനെ കുറഞ്ഞ മൈനസായി വരും. ഇനി ക്ലോസിംഗ് ബാലൻസ് എനിക്ക് 4,685 രൂപയാണ് കാണിക്കുന്നത്, ബാലൻസിൽ ആഡ് ചെയ്ത എമൗണ്ട്. ഇതേപോലെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റ് നമുക്ക് ബഡ്ജറ്റ് നിയന്ത്രിക്കാൻ പറ്റും. ഓരോ കാര്യങ്ങളുണ്ടല്ലോ, നമുക്കിപ്പോ ഒരു 20,000 രൂപ ഒരു മാസം നമ്മൾ ബഡ്ജറ്റ് നിയന്ത്രിക്കുകയാണ് ഒരു മാസം. അത് 2,000 രൂപ ഫിഷ്, 2,000 രൂപ ഗ്രോസറി ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. ഇന്നതിന് എത്ര രൂപ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ വെജിറ്റബിൾ ഇതിലിപ്പോ നമുക്ക് പെർ മന്ത് വെജിറ്റബിളിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന ഒരു 2,000 രൂപ ഓക്കെ കൊടുത്താൽ ജനുവരി മുതൽ ഡിസംബർ വരെ നമുക്ക് 2,000 രൂപ. അപ്പൊ ഈ 2,000 രൂപക്ക് മുകളിൽ നമ്മൾ വെജിറ്റബിൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് അത് റിമൈൻഡിങ് ചെയ്യും. ഇനി 2,000 രൂപക്ക് മുകളിൽ ചില മാസങ്ങളിൽ ഓണം അല്ലെങ്കിൽ വിഷു, പെരുന്നാള്, അതിൽ നമ്മുടെ വീട്ടിൽ വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോൾ വെജിറ്റബിൾ 2,000 രൂപക്ക് പോരാ, കൂടുതൽ വേണമെങ്കിൽ ഇപ്പോ ഓഗസ്റ്റ് മാസത്തിൽ ഇതിൽ 2,000 കൊടുത്തു, അത് പോരാ, ഒരു 4,000 രൂപയൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് 4,000 രൂപ ബഡ്ജറ്റ് തീരുമാനിച്ച് അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഇവിടെ കണ്ടോ, ഓഗസ്റ്റില് 4,000 രൂപ. അപ്പൊ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ 4,000 രൂപയാണെങ്കിൽ അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, റിമൈൻഡിങ് ചെയ്യും. അതേപോലെ തന്നെ ബില്ലിംഗ്, നമുക്കിവിടെ നമ്മൾ കൊടുക്കുന്ന സർവീസുകൾ അല്ലെ, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബിൽ കൊടുക്കാൻ പറ്റും ഈ സിസ്റ്റത്തിലൂടെ, ഈ ആപ്ലിക്കേഷനിലൂടെ. ഇപ്പോ ഇതില് പ്രസ് ബട്ടൺ നമ്മൾ ഒരു കസ്റ്റമർക്ക് ഒരു ബില്ല് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു അഡ്വക്കേറ്റ് ആണെന്ന് കൂട്ടാം. എൻ്റെ അടുത്ത് ഒരാൾ വരുന്നു, എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരികയാണ്. അപ്പൊ എൻ്റെ കസ്റ്റമർ ഒരാള് ആരായിരിക്കും, ഒരു ABC എന്ന് പറയുന്ന ഒരു കസ്റ്റമർ. ഞാൻ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്തിട്ട് ഇതിൽ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ABC ആഡ് ആവാത്തത്. ഞാൻ അടുത്തൊരു പേര് കൊടുക്കാം. ഇപ്പം ശ്രീജ എസ് എൻ്റെ ഒരു കസ്റ്റമറാണ്. ഓക്കെ, ശ്രീജയ്ക്ക് ഞാനൊരു ബില്ല് കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ സർവീസ് ചാർജ് ഞാൻ വാങ്ങിക്കുന്നത് 5,000 റുപ്പീസ് ആണ്. 5,000 റുപ്പീസ്. ഓക്കെ, ഇത് എൻ്റെ ഇൻകം ആണല്ലോ, ഇൻകം. ഓക്കെ, അത് എന്താണ് പർപ്പസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ കൊടുക്കാം, സേവ് ചെയ്യാം. നേരെ ശ്രീജയ്ക്ക് എന്ത് ചെയ്യാം, ആ ബില്ല് അയച്ചു കൊടുക്കും. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അതല്ലെങ്കിൽ ആർക്കാണോ അയക്കേണ്ടത് അവരുടെ വാട്സപ്പിലേക്ക് നമുക്ക് അയച്ചു കൊടുക്കാം. അപ്പൊ നമുക്കൊരു റെക്കോർഡ്, ഒരു തെളിവ് അല്ലെ ആയിട്ടുണ്ട്. അത് ഇപ്പൊ ഞാനത് ഇതേപോലെ നമുക്ക് അയച്ചു കൊടുക്കാം. ഇങ്ങനെ എത്ര ബില്ല് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അതുകൂടാതെ അസറ്റ്, നമുക്ക് ഒരുപാട് അസറ്റുകളുണ്ട് അല്ലെ, ആ അസറ്റുകളൊക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്കിടയ്ക്ക് വീടുണ്ടാകാം, ഒരുപാട് ലാൻഡുകൾ ഉണ്ടാകും, അതിൻ്റെയൊക്കെ എമൗണ്ട്, ഡോക്യുമെന്റ്, അതേപോലുള്ള കാര്യങ്ങൾ. അതുകൂടാതെ നമുക്ക് അതിന്റെ ടാക്സ് കാര്യങ്ങളൊക്കെ അടക്കാനുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ കറക്റ്റ് നമ്മൾ റിമൈൻഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ബാധ്യതകൾ, നമുക്ക് കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, ആർക്കൊക്കെ കൊടുക്കാന്, അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ EMI ആണ് എന്നുള്ളതൊക്കെ, സെലക്ട് ഡേറ്റ്, പേയ്മെന്റ് കാര്യങ്ങൾ, ക്ലോസിംഗ് ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ സേവ് ആപ്പ് നമ്മെ സഹായിക്കുന്നു. അതേപോലെ തന്നെ ഇൻഷുറൻസ്, നമുക്ക് ഒരുപാട് ഇൻഷുറൻസുകളൊക്കെ ഉണ്ടാകും. ആരെങ്കിലുമൊക്കെ വന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻഷുറൻസ് അങ്ങ് എടുക്കും. 1-2 മാസമൊക്കെ അവർ നമ്മളെ ഫോളോ അപ്പ് ചെയ്യും അല്ലെ, പിന്നെ നമ്മളെ ഫോളോ അപ്പ് ചെയ്യൂല, നമ്മൾ അതങ്ങ് വിട്ടുവിടും, നമ്മൾ പിന്നെ അത് അടക്കില്ല. കാരണം എന്താ, ഒരു ഫോളോ അപ്പ് ഇല്ലായ്മ. നമ്മളെ ജോയിൻ ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ നമ്മളെ എടുപ്പിച്ച ആളുകൾ എന്ത് ചെയ്യും, ഒന്നുകിൽ പ്രൊമോഷനായി അടുത്ത പ്രോഗ്രാമിലേക്ക് പോകും, അതല്ലെങ്കിൽ അവർ വേറെ ബിസിനസ്സിലേക്ക് പോകും. നേരെ മറിച്ച് നമ്മൾ ജോയിൻ ചെയ്യുന്നു ഒരു ഇൻഷുറൻസ്,
അങ്ങനെ എത്ര പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നമ്മൾ അത് എന്നാണ് തുടങ്ങിയത്, സെലക്ട് പേയ്മെന്റ്, ക്ലോസിംഗ് ഡേറ്റ്, അത് ഏത് പ്രീമിയാണ് അല്ലെങ്കിൽ ഏത് ഇൻഷുറൻസ് ആണ്, കാര്യങ്ങളൊക്കെ നമുക്ക് റീമാർക്കിൽ കൊടുത്ത് നമ്മൾ കറക്റ്റ് റിമൈൻഡിങ് ചെയ്യും ഈ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഭാഗം ഉപയോഗിക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്, നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ? എവിടേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പാസ്വേഡ് മാനേജർ, നമുക്ക് ഒരുപാട് പാസ്വേഡുകൾ ഉണ്ട് ഇല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ പാസ്വേഡുകൾ, ഇപ്പൊ സേവ് ആപ്പിൽ നമുക്ക് ഒരു പാസ്വേഡ് ഉണ്ട്. അപ്പോൾ സേവ് ആപ്പ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കൊടുക്കാം. സേവ് ആപ്പിൽ നമുക്കൊരു യൂസർ നെയിം ഉണ്ടാകും ഇല്ലേ? നമ്മൾ കൊടുത്തൊരു യൂസർ നെയിം ഉണ്ടാകും. എന്താണോ നിങ്ങൾ കൊടുത്ത യൂസർ നെയിം അത്. ഇതേപോലെ നിങ്ങൾക്ക് എത്ര യൂസർ നെയിം പാസ്വേഡുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോ ഞാൻ എൻ്റെ ഒരു പാസ്വേഡ് ഞാൻ കൊടുക്കുന്നു. ഇതേപോലെ അതേപോലെ വെബ്സൈറ്റ്, നമ്മുടെ സേവ് ആപ്പിന്റെ വെബ്സൈറ്റ്. ഓക്കെ ഓക്കെ, അതിൽ നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു റീമാർക്ക് കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യുന്നു. ഇത് നമുക്ക് ഓപ്പൺ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അത് ഓപ്പൺ ആകും. ആ പാസ്വേഡ് അറിയണമെങ്കിൽ ആ ഒരു കണ്ണിന്റെ ചിത്രം കാണുന്നില്ലേ, അതിന്മേൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ പാസ്വേഡ് നമുക്കറിയാൻ പറ്റും. ഇതേപോലെ നിങ്ങൾ ചെയ്യുന്ന പല പ്രോഗ്രാമിന്റെയും പാസ്വേഡുകളൊക്കെ ഉണ്ടാവും, നമുക്കിവിടെ സേവ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്നു. ഓക്കെ, ഇനിയോ അടുത്തത് എന്താണ്? ഡോക്യുമെന്റ്. ഒരുപാട് നമ്മൾ അത്യാവശ്യം വരുമ്പോഴാണ് നമ്മൾ ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ അടങ്ങുന്ന പലതും നമ്മൾ തപ്പി നടക്കുക അല്ലെ? എന്നാൽ എല്ലാം നമുക്ക് ഇവിടെ കൊടുന്ന് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ എന്താണോ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ്, അതല്ലെങ്കിൽ പാൻ കാർഡ് ആണെങ്കിൽ പാൻ കാർഡ് എന്ന് എഴുതുക. എന്നിട്ട് നമുക്ക് അതിന്റെ പിക്ക് എടുക്കാം. കണ്ടോ, ഗാലറിയിൽ പോയിട്ട് അതിന്റെ പിക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതങ്ങ് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. എത്ര വേണമെങ്കിലും കേട്ടോ, എത്ര വേണമെങ്കിലും നമുക്ക് കൊടുന്ന് സേവ് ചെയ്ത് വെക്കാം. ടാസ്ക്, നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട് ഇല്ലേ? എല്ലാം നമുക്ക് എന്നാണ് എന്നുള്ളതൊക്കെ കറക്റ്റ് റിമൈൻഡിങ് ചെയ്യും. നമുക്കിപ്പോ അടുത്ത ഫെബ്രുവരി 2-ാം തീയതി കണ്ണൂരിൽ വെച്ച് നടക്കുന്നുണ്ട് ഒരു പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് പ്ലാനിംഗ് സിസ്റ്റം തന്ന കമ്പനിയുടെ MD ഒക്കെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം. അതേപോലെ പല ദിവസങ്ങളിൽ പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്ന പ്രോഗ്രാം, നമുക്ക് പല ഫംഗ്ഷനുകൾ ഉണ്ടാകും. അത്തരം പ്രോഗ്രാമുകളൊക്കെ നമുക്ക് ഇതിൽ കൊടുത്താൽ കറക്റ്റ് നമ്മളെ റിമൈൻഡ് ചെയ്യും. അതേപോലെ തന്നെ ഡയറി നമുക്ക് ഒരുപാട് തിരക്കുള്ള ആളുകളാണ് അല്ലെ? നമുക്ക് നമ്മുടെ ഒരു ടീച്ചർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ വല്ല സെലിബ്രിറ്റികളായിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റ് പല ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും നമുക്ക് ഇടയ്ക്ക് ഒരു ഡയറി എഴുതാനൊന്നും ടൈം കിട്ടുന്നില്ല. ട്രാവലിംഗിലാവാം, അതിൽ മറ്റ് പല പ്രോഗ്രാമിലാവാം. ജസ്റ്റ് ഒന്ന് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒന്ന് നമ്മുടെ ഈ വോയിസ് ബട്ടൺ ഒന്ന് അങ്ങ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അതിലത് ഫുള്ളായിട്ട് റൈറ്റപ്പ് ആയിട്ട് വരും. അത് നമുക്ക് PDF ആയിട്ടും അതല്ലെങ്കിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു അല്ലെ സൂം മീറ്റിംഗില്, അതുകൊണ്ടാണ് അത് സംസാരിക്കുന്നത് വരാത്തത്. അതല്ലാതെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ റൈറ്റപ്പ് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി അതുകൂടാതെ നമുക്ക് മൊബൈൽ റീചാർജ് വളരെ സിമ്പിൾ ആയിട്ട് എയർടെൽ, BSNL, VI, ജിയോ ഇത്തരം റീചാർജുകൾ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. ഏത് നമ്പറാണോ റീചാർജ് ചെയ്യേണ്ടത് ആ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പ്രൊവൈഡർ സെലക്ട് ചെയ്യുക, അപ്പൊ പാക്കേജ് കാണിക്കും. അപ്പൊ ഏത് പാക്കേജ് ആണോ അത് സെലക്ട് ചെയ്യുക. ആ പാക്കേജ് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്ത് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേയ്മെന്റ് ചെക്ക്ഔട്ട് കൊടുത്താൽ നേരെ പേയ്മെന്റ് ഇൻഫർമേഷൻ വരും. കണ്ടോ, ഇതിൽ നമുക്ക് ഒന്നുകിൽ UPI, അതല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്, അതല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, അതല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഏത് ഫോർമാറ്റിൽ നമ്മൾ അങ്ങ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ ഇത് റീചാർജ് ആകും. ഓക്കെ, റീചാർജ് ആകുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതില് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൂടാതെ ഇതിൽ DTH റീചാർജ് നമുക്ക് ചെയ്യാൻ പറ്റും. DTH. ഓക്കെ,
വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് വിസിറ്റിംഗ് കാർഡ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന കമ്പനി സ്ഥാപനത്തിന്റെ ഒക്കെ വിസിറ്റിംഗ് കാർഡുകൾ അൺലിമിറ്റഡ് ആയിട്ട് നിർമ്മിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഡെയിലി ബേസിൽ ഉണ്ടാക്കാം, എത്ര പേർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. ഇതിൽ കാണിക്കുന്ന ബാക്ക്ഗ്രൗണ്ടുകൾ വെക്കാം. ഇതില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടുകളും ഇതിൽ വെച്ചുകൊണ്ട് നമുക്ക് വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുകൂടാതെ നമുക്ക് വെബ്സൈറ്റ് ലിങ്ക്, ഇന്ന് ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട് അല്ലെ. എല്ലാ വെബ്സൈറ്റുകളും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ കൊടുന്ന് അതിന്റെ പാസ്വേഡുകളും യൂസർ നെയിം ഒക്കെ വെച്ച് ഇവിടെ സേവ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്നു സേവ് ആപ്പ്. അതുകൂടാതെ എമർജൻസി നമ്പർ, നമ്മൾ വല്ല അത്യാവശ്യം വരുമ്പോഴാണ് എമർജൻസി നമ്പറുകൾ നോക്കി നടക്കുക. ആരെ വിളിക്കണം, എവിടെ തപ്പണം എന്നുള്ളതൊന്നും അറിയാത്ത ഒരു ടൈം എങ്കിൽ എല്ലാ അത്യാവശ്യം വരുന്ന നമ്പറുകളൊക്കെ ഇവിടെ കൊടുന്നു വെച്ചാൽ ഇതിൽ നിന്ന് തന്നെ കോൾ ചെയ്യാനും ഇതിൽ നിന്ന് തന്നെ മെസ്സേജ് അയക്കാനും ഇതിൽ നിന്ന് തന്നെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ. ഇങ്ങനെ ഒന്നിനോടൊന്ന് ക്ലബ് ചെയ്ത് 16ഓളം ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി ഇതിനുള്ളിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെലവുകളും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്കിതിൽ ഒറ്റ ക്ലിക്കിൽ അങ്ങ് അറിയാൻ പറ്റും. കണ്ടോ, ഗ്രോസറി വാങ്ങിച്ചു 1927 രൂപ, അത് എന്ന് വാങ്ങിച്ചു, വ്യൂ ബട്ടൺ അങ്ങ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കണ്ടോ, 2-ാം തീയതി 4/6/4 വാങ്ങിച്ചത്. ഇനി അതുകൂടാതെ അടുത്ത ഓരോന്നും ഡ്രസ്സ് വാങ്ങിച്ചു 4500, അത് വ്യൂ ബട്ടൺ നോക്കിയാൽ 2 പ്രാവശ്യമായിട്ട് വാങ്ങിച്ചതാണ് 3200, 1300, അത് എന്ന് ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയും. ഡീസല് പെട്രോൾ ഒക്കെ അടിച്ചത് വ്യൂ ബട്ടൺ ഓപ്പൺ ചെയ്താൽ ഓരോ ഡേറ്റ് കാണിക്കും. 1-ാം തീയതി പെട്രോൾ അടിച്ചു, 2-ന് അടിച്ചു, 4-ന്, 6-ന്, 8-ന്. അതേപോലെ തന്നെ നമ്മൾ ഓരോ ടീ സ്നാക്സ് വ്യൂ ബട്ടൺ പോയാൽ എന്നാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഇങ്ങനെ ലഞ്ച് വ്യൂ ബട്ടൺ ഓപ്പൺ ചെയ്താൽ എന്നൊക്കെ നമ്മൾ എവിടുന്നൊക്കെ വാങ്ങിച്ചെന്ന് വരെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും കേട്ടോ. നമ്മൾ പൊന്നാനിയിൽ നിന്നാണോ കഴിച്ചത്, എടപ്പാളിൽ നിന്നാണോ കഴിച്ചത്, തൃശ്ശൂരിൽ നിന്നാണോ, ഏത് ഹോട്ടലിൽ നിന്നാണോ, അതൊക്കെ നമുക്കിതിൽ കാണിച്ചു തരും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഇപ്പൊ ഉപ്പ ഇത് വ്യൂ ബട്ടൺ കൊടുത്താൽ അത് ഇന്ന ദിവസം 2500, 2500, 3161, അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സഹായിക്കും. അതിന്റെ PDF വരെ നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ദിവസത്തെ വേണോ, ഒരാഴ്ചത്തെ വേണോ, ഒരു മാസത്തെ വേണോ, ഒരു വർഷത്തെ വേണോ, ഒരു 5 വർഷത്തെ വേണോ എങ്കിൽ അതൊക്കെ നമുക്ക് എടുക്കാൻ PDF വരെ എടുക്കാൻ പറ്റും. അപ്പൊ ഒരു കമ്പനി, ഒരു സ്ഥാപനം ഉപയോഗിക്കുന്ന ഇതുപോലെ എന്തിനാണ് ഓരോ കമ്പനികളും സ്ഥാപനങ്ങളൊക്കെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്? അതേപോലെ ഓരോ വ്യക്തികൾക്കും വേണ്ട ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ്. സേവ് ആപ്പ് വെറും ഒരു മൊബൈൽ റീചാർജ് ചെയ്യാനോ DTH റീചാർജോ ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. നമ്മുടെ A to Z കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ്. എന്നാൽ ഈ പ്രൊഡക്റ്റ് പ്ലേ സ്റ്റോറിലുണ്ട്. എവിടെയുണ്ട്? പ്ലേ സ്റ്റോറിൽ. ഏതൊരാൾക്കും അങ്ങ് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഒരു സ്പോൺസറുടെ സഹായത്തോടു കൂടി അങ്ങ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തുകൊണ്ട് പ്ലേ സ്റ്റോറിൽ നിന്നും എന്ത് ചെയ്യാം, സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. സേവ് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. സേവ് ആപ്പ് കണ്ടോ, സേവ് ആപ്പ്. അതല്ലെങ്കിൽ സേവ് ആപ്പ് മൈ പേഴ്സണൽ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പേജിൽ അങ്ങ് വരും. കണ്ടോ, ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ പ്രൊഡക്റ്റ് പ്ലേ സ്റ്റോറിലുണ്ട്. എവിടെയുണ്ട്? പ്ലേ സ്റ്റോറിൽ. ഇതങ്ങ് എല്ലാവരിലേക്കും എത്തിക്കണം. 26-ാമത്തെ വർഷത്തിലേക്ക് കടന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞു 27ലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന കമ്പനി, ആ കമ്പനിയുടെ ഒരു സ്വന്തമായി നിർമ്മിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ്. ഈ പ്രൊഡക്റ്റ് അത്യാവശ്യക്കാര് ഇന്ന് മാർക്കറ്റിലുണ്ട്. നമുക്ക് പറയാൻ പറ്റും ഇത് എല്ലാവർക്കും വേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത് എല്ലാവരിലേക്കും എത്തിക്കണം. എല്ലാവരിലേക്കും എത്തിക്കുന്നത് ആരാണ്? നമ്മൾ. ആരാണോ ഉപയോഗിക്കുന്നത്, ആരാണോ മാർക്കറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത്, അവരിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെ അത് ഉപയോഗിക്കുമ്പോ അങ്ങനെ
ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു വരുമാനം കിട്ടുന്നു. ഇത് ഉപയോഗിക്കുന്നവർക്കും വരുമാനമുണ്ട്, ഇത് മാർക്കറ്റ് ചെയ്യുന്നവർക്കും വരുമാനമുണ്ട്. എങ്ങനെയാണ് നോക്കാം. ഈ കമ്പനിക്ക് രണ്ട് തരത്തിൽ വരുമാനം കിട്ടുകയാണ്. ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഏതൊരാൾക്കും ഫ്രീ രജിസ്ട്രേഷൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാമെന്ന് ഞാൻ പറയുന്നു. എങ്കിൽ ലൈഫ് ടൈം ഇതിലുള്ള മൊബൈൽ റീചാർജ് ആൻഡ് DTH റീചാർജ് ഉണ്ടല്ലോ, ഇത് രണ്ടും അവർക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ഒരു പൈസ ആക്ടിവേഷൻ കോസ്റ്റ് കൊടുക്കേണ്ടതില്ല. ഇതിലൂടെ മൊബൈൽ റീചാർജ് നമ്മൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സുകളൊക്കെ ചെയ്യുമ്പോൾ റീചാർജിൽ ജിയോ, എയർടെൽ, BSNL ഒക്കെ നമ്മുടെ കമ്പനിക്ക് വരുമാനം കൊടുക്കുന്നു. ആ വരുമാനത്തിന്റെ 90% കമ്പനി ഷെയർ ചെയ്യുന്നു. ആരാണ് ഉപയോഗിക്കുന്നത്, മാർക്കറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത്, അവരിലേക്ക് കൊടുക്കുന്നു. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സുകളൊക്കെ ഏതെല്ലാം ആപ്ലിക്കേഷൻ ഇപ്പോൾ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്നു അതങ്ങ് മാറ്റി വെച്ച് ഈ കമ്പനി അവതരിപ്പിക്കുന്ന ആപ്ലിക്കേഷനിലൂടെ റീചാർജ് ചെയ്യുമ്പോൾ കമ്പനിക്ക് കിട്ടുന്നതാണ് കമ്പനി ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഒരു വരുമാനം അത്. മറ്റതെന്താണ്? ഈ ആപ്ലിക്കേഷൻ നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ടും ഉപയോഗിക്കാം, അഥവാ പെയ്ഡ് ആയിട്ട് നമുക്ക് വാങ്ങിച്ച് ഈ പ്രോഗ്രാം ആരംഭിക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നും ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാം. അതല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ് സൈറ്റിൽ പോയിട്ട് ഈ പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിക്കാം. MySaveApp.com. എന്താണ് MySaveApp.com? ഇപ്പൊ ഞാൻ കാണിക്കാം. MySaveApp.com. ഇവിടെ പോയിട്ട് പർച്ചേസ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പർ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു ID നമ്പർ ഉണ്ടാക്കും. ആ കസ്റ്റമർ ID കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പേയ്മെന്റ് ഇൻഫർമേഷൻ ആരുടെ പേരിലാണോ എന്നുള്ളതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അത് കാണിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പർച്ചേസ് ചെയ്ത് കൊണ്ടും വരാം. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോഴും കമ്പനിക്ക് വരുമാനമുണ്ട്. ആ വരുമാനത്തിന്റെയും 85 മുതൽ 90% കമ്പനി ഷെയർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെയാണ് നോക്കാം. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരാട്ടോ, ഒരു സ്പോൺസറുടെ സഹായത്തോട് കൂടിയിട്ട്. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊരാൾക്കും ഇതിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരു റെഫറൽ ലിങ്ക് കിട്ടുന്നുണ്ട്. എന്താ കിട്ടുന്നത്? ഒരു റെഫറൽ ലിങ്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ആ ലിങ്കിലൂടെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരാം. ഇതാണ് ഷെയർ ലിങ്ക് കേട്ടോ. ഓക്കെ, ആ ലിങ്കിലൊന്ന് അങ്ങ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ ഫോം വരും. ഈ രജിസ്ട്രേഷൻ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം, പേര് കൊടുക്കാം. ഇപ്പൊ ആരുടെ പേരിലാണോ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അവരുടെ പേര് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. നമ്മുടെ ഇപ്പോ കേരള, നമ്മൾക്ക് ഒരു 10 ഫോൺ നമ്പർ കൊടുക്കണം. 10 ഫോൺ നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ID കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം കൊടുക്കാം. മുമ്പ് കൊടുത്ത യൂസർ നെയിം ആണെങ്കിൽ എടുക്കില്ല കേട്ടോ. മുമ്പ് ആരെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ എടുക്കില്ല. അപ്പോ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 8 അക്ക പാസ്വേഡ് ആണ് കൊടുക്കേണ്ടത്. 8 അക്ക പാസ്വേഡ്. ഓക്കെ, നമ്മൾ കൺഫേം പാസ്വേഡ് കൊടുക്കുക. എന്നിട്ടോ നെക്സ്റ്റ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തത് നോക്കാം, പേര് കൊടുത്തു, സ്റ്റേറ്റ് സെലക്ട് ചെയ്തു, ഫോൺ നമ്പർ കൊടുത്തു, മെയിൽ ID കൊടുത്തു, യൂസർ നെയിം കൊടുത്തു, പാസ്വേഡ് കൊടുത്തു. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം ടേം കണ്ടീഷൻ. ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഒരു ചതുരം, അതിമൊന്ന് അങ്ങ് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ കാണുന്ന ഓക്കെയില്ലേ അതങ്ങ് കൊടുത്താൽ രജിസ്ട്രേഷൻ നമ്മൾ കൊടുത്ത മെയിൽ ID-യിലേക്കും അതല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്കും OTP വരും. ഓക്കെ, ഇപ്പൊ നമുക്ക് മെയിലിൽ പോയിട്ട് അങ്ങ് നോക്കാം. ഓക്കെ, ഇപ്പൊ മെയിലില് OTP വന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ആ OTP അങ്ങ് കോപ്പി ചെയ്തിട്ട് ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യാണ്. വെരിഫൈ.
രജിസ്ട്രേഷൻ നടന്നു. വളരെ സിമ്പിൾ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിലേക്ക് കടന്നു വന്നു അല്ലെ. ഇങ്ങനെ കടന്നു വരുമ്പോൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ തന്നെ ഒരു 50 രൂപ രജിസ്ട്രേഷൻ ബോണസ് ആയിട്ട് ലഭിക്കുന്നു. എത്രയാ? 50 രൂപ രജിസ്ട്രേഷൻ ബോണസ് ആയിട്ട് ലഭിക്കുന്നു. അതുകൂടാതെ ഒരു 500 പർച്ചേസ് പോയിന്റ് ലഭിക്കുന്നുണ്ട്. 500 പർച്ചേസ് പോയിന്റ് അതും കൂടി ഈ കമ്പനി നമുക്ക് ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത് വരുമ്പോൾ തരുന്നു. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോ ഞാന് ഈ രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കും റെഫർ ചെയ്യാം, ബിസിനസ് ചെയ്യാം, വരുമാനം ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നുകിൽ ഫോൺ നമ്പർ അതല്ലെങ്കിൽ യൂസർ നെയിം വെച്ചുകൊണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യാട്ടോ. നിങ്ങൾ എല്ലാവരും സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു MySaving.in നമ്മുടെ ബിസിനസ് സൈറ്റ്. MySaving.in നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണേ. നമ്മൾ ഇടയ്ക്ക് ചെയ്തതൊന്നും ആളുകൾക്ക് ഇടയ്ക്ക് തെറ്റിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ പലതും സംഭവിക്കും. അത് നമ്മളിടയ്ക്ക് കൊടുത്ത ഫോൺ നമ്പർ ആയിരിക്കില്ല, അല്ലെങ്കിൽ പാസ്വേഡ് ഒക്കെ മറക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എപ്പോഴും എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ ബിസിനസ് സൈറ്റ് ഓപ്പൺ ചെയ്യാണ്, നിങ്ങൾ കാണാം. MySaving.in ആണ് നമ്മുടെ ബിസിനസ് സൈറ്റ്. MySaving.in ഇതില് ഇപ്പൊ ഞാൻ രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്ത് ബിസിനസ് സൈറ്റ് ഓപ്പൺ ചെയ്യാണ്. അതിന് റൈറ്റ് സൈഡില് 3 വെള്ള വര കാണുന്നില്ലേ? അതിമ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ലെഫ്റ്റ് സൈഡില് ലോഗിൻ എന്ന് കാണിക്കും. ആ ലോഗിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ യൂസർ നെയിം അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ യൂസർ നെയിം കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ കൊടുത്ത പാസ്വേഡ്. ഓക്കെ, എന്നിട്ട് സൈൻ ചെയ്യാം. കണ്ടോ, ഇങ്ങനെ വന്നു. നോട്ട് ആക്ടിവേറ്റഡ്. നമ്മൾ ഒരു പ്രീ രജിസ്ട്രേഷൻ ചെയ്താൽ ഇങ്ങനെയാണ് കാണിക്കുക. അതിനെന്താ ചെയ്യേണ്ടത്? റൈറ്റിൽ മുകളിൽ ഒരു 2 ബട്ടൺ കാണുന്നില്ലേ? അതും അങ്ങ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇവിടെ വരുന്നത് എന്താണ്? ബി എ റീസെല്ലർ. ഏതൊരാളും രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ ഈ പ്രോഗ്രാമുമായിട്ട് എന്താവണം? ഒരു റീസെല്ലർ ആകണം. അപ്പൊ ആ ബി എ റീസെല്ലർ എന്ന് കാണിക്കുന്നില്ലേ റെഡ് കളറിൽ? അതുമൊന്ന് അങ്ങ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കും റീസെല്ലിംഗ് പാർട്ണർ ഓഫ് സേവ് ആപ്പ്. അതിന് നമ്മൾ ആ ടേം കണ്ടീഷൻ പറയുന്നില്ലേ, അവിടെ ഒന്ന് ടിക്ക് ഇട്ട് കൊടുത്ത് സേവ് കൊടുത്ത് ഓക്കെ കൊടുത്താൽ മതി. അഗൈൻ ഓക്കെ കൊടുത്താൽ നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയി. ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻ കാണുന്നില്ലേ? അതിന്മേൽ ക്ലിക്ക് ചെയ്യാം, ഡാഷ്ബോർഡ്. ഇപ്പോ രജിസ്ട്രേഷൻ ചെയ്ത ആളുടെ ബിസിനസ് സൈറ്റ് ഓപ്പൺ ആയി. ഇതിൽ ഞാൻ പറഞ്ഞു രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ 50 രൂപ രജിസ്ട്രേഷൻ ബോണസ് ആയിട്ട് ലഭിക്കുന്നു അല്ലെ. ഇവിടെ മൈ ക്യാഷ് വാലറ്റ് എന്ന് കാണിക്കുന്നില്ലേ, യുവർ ഏർണിങ്സ്? അതില് ബ്ലൂ കളറിൽ കാണിക്കുന്നു മൈ ക്യാഷ് വാലറ്റ്. അതിമ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും 50 രൂപ രജിസ്ട്രേഷൻ ബോണസ് ആയിട്ട് ലഭിച്ചു. ഓക്കെ, 500 പർച്ചേസ് പോയിന്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്നു. അത് എവിടെയെന്ന് കാണാൻ നമുക്ക് മൈ പർച്ചേസ് വാലറ്റ് കണ്ടോ? അതിമ ക്ലിക്ക് ചെയ്താല് ഇവിടെ കാണാൻ പറ്റും മൈ പർച്ചേസ് പോയിന്റ്. 500 പർച്ചേസ് പോയിന്റ് ലഭിച്ചു. ഇനി ഈ വ്യക്തിക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? റഫർ ലിങ്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? 9/1/2025 ഇന്ന് രജിസ്ട്രേഷൻ ചെയ്തു. അവർക്കും ഷെയർ ലിങ്ക് ഉണ്ട്. കണ്ടോ? ഷെയർ ലിങ്ക്. ഈ ഷെയർ ലിങ്ക് അങ്ങ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും സ്റ്റാറ്റസ് ഇടാനൊക്കെ പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ രജിസ്ട്രേഷൻ ചെയ്ത വ്യക്തിക്ക് സേവ് ആപ്പ് കാർഡ് ലിങ്ക് റെഡ് കളറിൽ കണ്ടോ? അതങ്ങ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ അങ്ങ് അയച്ചിട്ടുണ്ടെങ്കിൽ A to Z കാര്യങ്ങൾ ഈ ബിസിനസിനെ കുറിച്ച് എല്ലാം ഇതിനുള്ളിലൂടെ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ പരമാവധി അതങ്ങ് അയച്ചു നോക്കുക. ഇപ്പൊ കണ്ടോ, ഞാൻ അതങ്ങ് അയക്കുകയാണ്. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ വ്യക്തിയുടെ പേരിൽ വെച്ചിട്ടുള്ള ഒരു ഡിജിറ്റൽ വെബ് കാർഡ് ഓപ്പൺ ആയി. നമുക്കിത് നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ അയച്ചു കൊടുത്താൽ നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ കാര്യങ്ങൾ ഇതിലുണ്ട്. നമ്മുടെ റഫർ ലിങ്ക് ആണ് ഈ കിടക്കുന്നത്. അബൌട്ട് അസിന്റെ തൊട്ട് താഴത്ത് ഷെയർ ലിങ്ക്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയി. അതേപോലെ തന്നെ എന്താണ് കമ്പനി?
കമ്പനിയുടെ എക്സ്പീരിയൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് സേവ് ആപ്പ്, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീഡിയോസുകൾ, ഹിന്ദി പ്ലാൻ പ്രസന്റേഷൻ, ഇംഗ്ലീഷ്, മലയാളം, അതേപോലെ നമ്മുടെ കമ്പനി MD സംസാരിക്കുന്ന വീഡിയോസുകളുണ്ട്. അതുകൂടാതെ ഓരോ സ്ലൈഡിലും നമ്മുടെ കമ്പനിയുടെ പ്രോഗ്രാമിനെ കുറിച്ച് വ്യക്തമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രീ യൂസറായാൽ എന്താണ് കിട്ടുന്നത്, ആക്റ്റീവ് യൂസറായാൽ എന്താണ് കിട്ടുന്നത്, ഫാമിലി പാക്കേജ് എടുത്ത് വന്നാൽ എന്താണ് വരുമാനം എന്നുള്ളതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വായിച്ചു നോക്കാം, പഠിക്കാം, മനസ്സിലാക്കാം. ഈ ഒരൊറ്റ ലിങ്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി തയ്യാറാവുക. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു രജിസ്ട്രേഷൻ ചെയ്തു വന്നു, നമുക്ക് റഫർ ലിങ്ക് കിട്ടി, എല്ലാം കിട്ടി. ഇനി അതല്ല എങ്കിൽ ഇതിലുള്ള ഒരു മെത്തേഡും കൂടി നിങ്ങൾ നോക്കുക. ഇപ്പോ സ്കാൻ സേവ കാർ ലിങ്കിൽ ഇത്, അതല്ലെങ്കിൽ ഷെയർ ലിങ്ക് ഏതുമാവട്ടെ, നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ ആ സേവ് ആപ്പിന്റെ എംബ്ലോ കണ്ടില്ലേ, അതിന്റെ താഴത്ത് റൈറ്റ് സൈഡിൽ കണ്ടോ QR കോഡ്. ആ QR കോഡ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അയച്ചു കൊടുത്താൽ നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലിക്കൊക്കെ ഇത് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഈ QR കോഡ് ഓപ്പൺ ചെയ്യുക എങ്ങനെയാ, ഡൗൺലോഡ് ചെയ്യുന്ന ബട്ടൺ കാണുന്നില്ലേ, ആ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ആ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ കണ്ടോ ഫയൽ ഓപ്പൺ, അതിമ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത് ഓപ്പൺ ആയി. ഇത് നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ അയച്ചു കൊടുക്കുന്നു. ഇപ്പൊ നമ്മളത് അയച്ചു, QR കോഡ് ഞാൻ അയച്ചു അല്ലെ. ഈ QR കോഡ് ഓപ്പൺ ചെയ്താൽ മതി, സ്കാൻ ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, എന്റെ മൊബൈലിൽ ഞാൻ QR കോഡ് ഓപ്പൺ ചെയ്യുന്നു. QR കോഡ് ഞാൻ ഓപ്പൺ ചെയ്തു അല്ലെ. ഇവിടെ സ്കാൻ ഫ്രം ഫോട്ടോ, ആ ഫോട്ടോസ് അങ്ങ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ കണ്ടോ, അതങ്ങ് ഓപ്പൺ ആകും. ഇത് നമ്മുടെ ലിങ്ക് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ QR കോഡ് ആളുകൾക്ക് അയച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ വെബ് കാർഡ് വേണമെങ്കിലും QR കോഡ് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത് എല്ലാവരും വളരെയധികം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എന്നും എപ്പോഴും എന്ത് ചെയ്യാം, ഇത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാം, പരമാവധി ആളുകളിലേക്ക് ലിങ്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് കണ്ടു. ഇനി നമുക്ക് ഈ വ്യക്തിക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ റീചാർജ് ചെയ്യാം. അങ്ങനെ റീചാർജ് ചെയ്യുമ്പോൾ, ഫസ്റ്റ് റീചാർജ് ചെയ്യുമ്പോൾ തന്നെ ഒരു 49 രൂപ കിട്ടും. ഏതെങ്കിലും ഒരു എമൗണ്ടിന്റെ റീചാർജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ആ 49 രൂപ ഇവിടെ ക്യാഷ് ബോണസ് എന്ന് കാണിക്കുന്നില്ലേ, അവിടെ 50-ന് പകരം 99 ആകും, 49 കൂടി കൂടും. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര റീചാർജ് വേണമെങ്കിലും ചെയ്യാം ഈ ആപ്ലിക്കേഷനിലൂടെ. അതേപോലെ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം, റഫർ ചെയ്യാം. എത്ര പേർക്ക് വേണമെങ്കിലും റഫർ ചെയ്യുമ്പോൾ നമുക്ക് അതിലൂടെയും ഈ കമ്പനി വരുമാനം തരികയാണ് ചെയ്യുന്നത്. 20 ലെവൽ നമുക്ക് വരുമാനം ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ എത്ര കണ്ട് റീചാർജ് ചെയ്യുകയാണെങ്കിലും ഡയറക്റ്റ് അങ്ങ് ചെയ്യുമ്പോൾ നമുക്ക് 20% ക്യാഷ് ബാക്ക് ഉണ്ട്. റഫർ ചെയ്യുമ്പോൾ 1% 20 ലെവലിലും കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാമിലെ പ്ലാനിലൂടെ കൃത്യമായി പഠിക്കാം, മനസ്സിലാക്കാം. ഇനി ഈ മീറ്റിംഗിൽ വരുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അഥവാ നമ്മൾ ഈ ഒരു കാണിച്ച സേവ് ആപ്പ് നമ്മൾ ഒരു പ്രാവശ്യം, വൺ ടൈം, ലൈഫ് ടൈം നമ്മൾ ഇതങ്ങ് വാങ്ങിക്കുന്നു. വെറും 3999 രൂപ പ്ലസ് 18% GST കൊടുത്ത് ടോട്ടൽ 4719 രൂപ കൊടുത്തുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നു ഒറ്റത്തവണ. അങ്ങനെ വാങ്ങിച്ച് നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുക്കുകയാണെങ്കിൽ, ഈ പ്രോഗ്രാമിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വരുമാനം? ഈ ആപ്ലിക്കേഷൻ നമുക്ക് ലൈഫ് ടൈം ഉപയോഗിച്ച് ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രോഗ്രാം, മണി മാനേജ്മെന്റും ടൈം മാനേജ്മെന്റും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അങ്ങ് പഠിക്കാൻ പറ്റും. അതുകൂടാതെ ഒരു ഡിജിറ്റൽ വെബ് കാർഡ് കമ്പനി നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരും. നമ്മൾ ചെയ്യുന്ന ജോലി, ബിസിനസ്, മാർക്കറ്റിംഗ് എന്താണോ അതിനെ ഫാസ്റ്റ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന
നമുക്ക് തന്നെ എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഡിജിറ്റൽ വെബ് കാർഡ് കമ്പനി നമുക്ക് തരുന്നുണ്ട്. അതുകൂടാതെ പർച്ചേസ് പോയിന്റ് ഒരു 4500ഓളം പർച്ചേസ് പോയിന്റ് തരുന്നുണ്ട്. ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഇതെല്ലാം നല്ലതാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് നമുക്ക് റെഫർ ചെയ്യാം. അതിലൂടെ നമുക്ക് വർക്കിംഗ് ഇൻകം തരുന്നു. അതേപോലെ തന്നെ നമുക്ക് റീചാർജിന്റെ ലെവലിംഗ് ഡബിൾ ആക്കി തരുന്നു, നമ്മൾ ഒരു വൺ ടൈം പർച്ചേസ് ചെയ്തവരാണെങ്കിൽ. അപ്പൊ നോക്കാം, നമുക്ക് ആരോടും എപ്പോഴും പോയി പറയാൻ പറ്റുന്ന, എവിടെയും അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയുടെ പ്രൊഫൈലുണ്ട്. 26ാമത്തെ വർഷം അല്ലെ, കഴിഞ്ഞ 27ലേക്ക് ഇനി കടക്കുകയാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി. ഈ കമ്പനി മാർക്കറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ്. പറയാൻ പറ്റും ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ന്യൂ ജനറേഷൻ പോലും ഏറ്റെടുക്കാൻ പോകുന്ന ഒരു ബിസിനസ്, പക്ക ബിസിനസ്. ഇതിന്റെ സാധ്യത മനസ്സിലാക്കിയവരാണെങ്കിൽ വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രോഗ്രാം തന്നെയാണ്. എങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ കിട്ടുന്ന വരുമാനം എന്താണ്? ഇപ്പൊ നമ്മൾ ഒരു ആക്റ്റീവ് യൂസറായി വെറും ഒരു 4719 കൊടുത്തു, ആപ്ലിക്കേഷൻ വാങ്ങിച്ചു, GST ബില്ല്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ കിട്ടി. സ്പോട്ടാണ് കേട്ടോ ഇതെല്ലാം സംഭവിക്കുന്നത്. സ്പോട്ടിൽ ആക്ടിവേഷൻ. ബിസിനസ് സൈറ്റിൽ പോയാൽ മൈ ബിസിനസ് എന്ന് പറയുന്ന ഭാഗത്ത് പോയാൽ നമ്മുടെ GST ബില്ല് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ പ്രോഗ്രാമിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം, ഡിജിറ്റൽ വെബ് കാർഡ് ഉപയോഗിക്കാം. ഇതെല്ലാം ഓക്കെ. ഇത് കൂടാതെ നമ്മൾ ഒരേ ഒരാൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അതല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് അങ്ങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സെയിൽസ് കമ്മീഷൻ, ഒരു പേഴ്സണൽ സെയിൽസ് കമ്മീഷനായിട്ട് 800 രൂപ കമ്പനി തരുന്നു. എത്രയാ? 800 രൂപ. എപ്പോ തരും? വെരി നെക്സ്റ്റ് ഡേ. പിറ്റേ ദിവസം ഓട്ടോമാറ്റിക് പേ ഔട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് അങ്ങ് തരും. നമുക്ക് എത്ര പേര് വേണമെങ്കിലും റെഫർ ചെയ്യാം. ഇൻറ്റു 800 നമ്മുടെ അക്കൗണ്ടിലേക്ക് തരികയാണ്. ഇതാണ് ഒന്നാമത്തെ ഇൻകം. രണ്ടാമത്തെ ഇൻകം എന്താണ്? ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ്, ലെവൽ ബോണസ്. നമ്മുടെ ഡൗൺലൈനില് ആക്ടിവേഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ഇൻകം. 13 ജനറേഷൻ, 13 ലെവൽ ഇൻകം തരുന്നു കമ്പനി. നമ്മളിൽ നിന്ന് ആരംഭിക്കുന്ന 13 ലെവൽ. ഇപ്പൊ നമ്മൾ ഒരാൾക്കാണോ റെഫർ ചെയ്തതെങ്കിൽ, അതല്ല 2ഉം 3ഉം 4ഉം 5ഉം 10ഉം ആണോ, ഓക്കെ. എത്ര പേർക്കാണോ ഡയറക്റ്റ് കൊടുക്കുന്നത്, അവരിൽ നിന്ന് ആരംഭിക്കുന്ന 13 ലെവൽ ഒരു സിംഗിൾ ലൈൻ പോയാൽ പോലും കിട്ടുന്ന ഇൻകം. ഒന്നാമത്തെ ലെവൽ എത്രയെന്നാണെന്നറിയോ? 50 രൂപ. രണ്ടാമത്തെ ലെവൽ 10 രൂപ. മൂന്നാമത്തെ ലെവൽ 20. നാലാമത്തെ ലെവൽ 30. അങ്ങനെ വീണ്ടും സ്റ്റെപ്പ് ആയിട്ട് 10, 20, 30, എഗിൻ 10, 20, 30, വീണ്ടും 10, 20, 30. ഇങ്ങനെ 13ാമത്തെ ലെവൽ 30 രൂപയാ കമ്പനി തരുന്ന ലെവൽ ഇൻകം. ഈ 10, 20, 30 എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു ഇൻകായിട്ട് തോന്നും, അല്ലെ? ചെറുതല്ല. ഈ മീറ്റിംഗ് കേൾക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കേൾക്കുന്ന ഓരോരുത്തരും വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ? ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ലേ? ജീവിതത്തിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? നമ്മളിങ്ങനെ ഒരുപാട് സ്വപ്നം കാണുന്നു, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ വെച്ച് നടക്കുന്നു. ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഒരു ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഇതാലാണ് നമ്മുടെ കയ്യിലേക്ക് വരുമാനം എത്തുന്നത്. അല്ല ചുമ്മാ ഇങ്ങെത്തോ? ഇല്ല. എങ്കിൽ ഈ പ്രോഗ്രാം, ഈ എക്സ്പീരിയൻസിൽ ഈ കമ്പനിയുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഈ അവസരം ഒരു 4 പേർക്ക് കൊടുക്കാൻ പറ്റുമോ? വെറും 4 പേർക്ക്. നോ റഫർ ലിമിറ്റ്. നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഞാനൊരു ഉദാഹരണം പറയാണ്. നമുക്ക് ഡയറക്റ്റ് എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാൻ, നോ ലിമിറ്റ്. അതേപോലെ തന്നെ നോ ടൈം ലിമിറ്റ്. നമുക്ക് ഇത്ര ടൈം കൊണ്ട് ഇങ്ങനെ ചെയ്യണം, കറക്റ്റ് വരണം എന്നൊന്നും യാതൊരു നിർബന്ധമില്ല. നമ്മൾ മിനിമം ഒരു 4 പേർക്ക് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. വെറും 4719 രൂപ ഒരു വൺ ടൈം പർച്ചേസ് ചെയ്യുന്ന പ്രോഗ്രാം വെറും 4 പേർക്ക് കൊടുക്കുന്നു. ആ 4 പേര് ചുമ്മാ വരുന്നതാണോ നമ്മുടെ കൂടെ? അല്ല. അവർക്കും വരുമാനം വേണം, അവർക്കും ബിസിനസ് വേണം. എങ്കിൽ 4 പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ ആ 4 പേർക്ക് ബിസിനസ് കൊടുക്കൂലേ? അതിനുള്ള ഫോളോ അപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അവർക്ക് വേണ്ട സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? എങ്കിൽ ആ 4 പേർക്ക് കൊടുത്താൽ 16 പേര്,
ആ 16 പേരിൽ 4 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ 4 പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോരുത്തരും 4 പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി അങ്ങ് കൊടുക്കുകയാണെങ്കിൽ 13 ലെവലിൽ കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടാവുന്ന ലെവലിംഗത്തിന്റെ സാധ്യത എത്രയാണെന്നറിയോ? 242 കോടി രൂപ ലെവലിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെവൽ പ്ലാൻ. ഇത്രയും വലിയ ഇൻകോ അല്ലെ? ഇത്രയും എന്തിനാ നമുക്ക്? നമുക്ക് ആവശ്യമുള്ളത് മതി. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതല്ലാതെ 13 ലെവൽ വരെ കാത്തിരിക്കൊന്നും വേണ്ട. അതിങ്ങനെ കറക്റ്റ് വരുമൊന്നും വേണ്ട. അതാവുന്നത് അക്കൗണ്ടിലേക്ക് വരും. നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ടെൻഷനുണ്ടോ? നമ്മൾ ആരെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും പലിശക്ക് വാങ്ങിക്കണോ? അതിൽ കിട്ടുന്ന ക്യാഷ് ഒക്കെ വീണ്ടും കമ്പനിക്ക് കൊടുക്കണോ? വേണ്ട. ഒരൊറ്റ തവണ പ്ലേ സ്റ്റോറിൽ നിന്നും ഞാൻ കാണിച്ച ഒന്നിനോടൊന്ന് ക്ലബ് ചെയ്ത 16ഓളം ഫീച്ചേഴ്സ് ഉള്ള ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഒരു വൺ ടൈമിങ് വാങ്ങിക്കുന്നു. നമുക്ക് പറ്റുന്നവരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. ഒന്നുകിൽ ഓപ്പർച്യൂണിറ്റി ആവാം, അതല്ലെങ്കിൽ ബിസിനസ്, അതല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാവാം. ഏതുമാവട്ടെ, കൊടുക്കാൻ പറ്റൂല നമുക്ക്. ഈ പ്രൊഡക്റ്റ് ആരുടേതാണ്? പല സംശയങ്ങളുണ്ടായേക്കാം എല്ലാവർക്കും. ഇത്രയും ക്യാഷ് എവിടെ നിന്ന് കൊടുക്കും? ഈ പ്രൊഡക്റ്റ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനിയുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ്, ഓൺ പ്രൊഡക്റ്റ് ആണ്. കമ്പനിയുടെ പ്ലേ സ്റ്റോറിൽ നിന്നും അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു, വൺ ടൈം വാങ്ങിക്കുന്നു. എമൗണ്ട് എത്രയാ? വെറും 3,999 പ്ലസ് 719 രൂപ GST ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നു. സ്പോട്ടിൽ നമുക്ക് അതിന്റെ GST ബില്ല് കിട്ടുന്നു. ഈ 3,999 ആർക്കുള്ളതാണ്? കമ്പനിക്ക്. നമ്മളല്ലെങ്കിൽ വല്ല സെലിബ്രിറ്റികളാണെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡിലാണെങ്കിലും കമ്പനി പമ്പ് ചെയ്യണ്ടേ പണം? സെലിബ്രിറ്റികൾ വന്ന് ചുമ്മാ ഫ്രീ ആയിട്ട് സപ്പോർട്ട് ചെയ്യുമോ? ഇല്ല. നമ്മൾ കൊടുക്കോ ഫ്രീ ആയിട്ട് സപ്പോർട്ട്? നല്ല കമ്പനി, നല്ല പ്രോഗ്രാമാണ്, എന്റെ ഫ്രണ്ട്സിനൊക്കെ അങ്ങ് റെഫർ ചെയ്യാം, ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യോ? ഇല്ല. നമുക്ക് വരുമാനം കിട്ടിയാലല്ലേ കൊടുക്കുള്ളൂ, ചെയ്യുള്ളൂ. അതെ, എങ്കിൽ 3,999 ആർക്കുള്ളതാണ്? കമ്പനിക്കുള്ളതാണ്. കമ്പനി ആർക്ക് കൊടുക്കണം, എപ്പോ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളത് കമ്പനിക്ക് തീരുമാനിക്കാം. കമ്പനി അങ്ങ് തീരുമാനിച്ചു. ആരാണോ ബിസിനസ് ചെയ്യുന്നത്, ആരാണോ മാർക്കറ്റ് ചെയ്യുന്നത് അവരിലേക്ക്. എന്നാൽ 3,999 നിന്ന് 800 രൂപ ആരാണോ ഇത് റെഫർ ചെയ്യുന്നത് അവരിലേക്ക് സെയിൽസ് കമ്മീഷനായിട്ട് വെരി നെക്സ്റ്റ് അങ്ങ് കൊടുക്കുകയാണ്. കൊടുക്കാൻ പറ്റൂലേ കമ്പനിക്ക്? കൊടുക്കാൻ പറ്റുന്ന ഇങ്കല്ലേ? എങ്കിൽ അവരിൽ നിന്ന് ആരംഭിക്കുന്ന 13 ലെവൽ ഇൻകം കമ്പനിക്ക് കൊടുക്കാൻ പറ്റൂലേ? കമ്പനിക്ക് തീരുമാനിക്കാം ആർക്ക്, എപ്പോ, എങ്ങനെ. പൈസ അവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ റീചാർജ് ചെയ്താലും കമ്പനിക്ക് വരുമാനമുണ്ട്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ വാങ്ങിച്ചാലും കമ്പനിയുടെ വരുമാനമാണ്. ചെറിയൊരു ക്യാഷ് മാത്രമേ കമ്പനി എടുത്ത് ബാക്കി 85 മുതൽ 90% വെരി നെക്സ്റ്റ് ഡേ ഷെയർ ചെയ്യുന്നു. ഒന്നിനും വെയിറ്റിംഗ് ഇല്ല. വേറെ ഒരു പ്രോഗ്രാമും ഇതിനുള്ളിൽ ഇല്ല. ഓൺലി ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഇത് മനസ്സിലാക്കി വന്നാലുണ്ടല്ലോ ക്യാഷ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ ബിസിനസ് പ്ലാൻ ആദ്യം മുതൽ അവസാനം വരെ കേട്ടിട്ടുണ്ടെങ്കിൽ, ഏത് തരത്തിലുള്ള സംശയങ്ങളും നിങ്ങൾ ക്ലിയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഒരു നല്ലൊരു ബിസിനസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് പറ്റിയ ഒരു പ്രോഗ്രാം. ക്ഷമ ഉള്ളവരായിരിക്കണം, വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കണം. തിരക്കുകൾ ഉണ്ടെങ്കിൽ ഒന്നങ്ങ് മാറ്റിവെച്ച് പ്രശ്നങ്ങളുടെ പിന്നാലെ ട്രാവൽ ചെയ്യാതെ നമുക്ക് വിജയിക്കണമെന്നുള്ള തീരുമാനമെടുത്തവരാണെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം കൃത്യമായി മനസ്സിലാക്കി വർഷങ്ങൾ ടൈം എടുത്ത് മാർക്കറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഇത്. പെട്ടെന്ന് വന്ന് മാർക്കറ്റിലുള്ള ഒരു പ്രോഗ്രാം ഒന്നല്ല ഇത്. അതുകൊണ്ട് മനസ്സിലാക്കുക, 2021 മുതൽ മാർക്കറ്റിലുണ്ട് സേവ് ആപ്പ്. എന്താണ് സേവ് ആപ്പ്? അതിനുള്ളിൽ എന്തൊക്കെയുണ്ട്, അത് ഉപയോഗിച്ചാൽ എന്താണ് വരുമാനം, അല്ലെങ്കിൽ എന്താണ് ബെനിഫിറ്റ്, ഒന്നും അറിയില്ല എങ്കിൽ 21 കഴിഞ്ഞു, 22 കഴിഞ്ഞു, 23 കഴിഞ്ഞു, 24 ജനുവരി 13 മുതലാണ് കൂടുതൽ ജനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇത് ഏറ്റെടുത്ത് തുടങ്ങിയത്. ഇന്ന് ഒരുപാട് ആളുകൾ ഏറ്റെടുത്ത് തുടങ്ങി. അത് ഫ്രീ ആയിട്ടാണെങ്കിലും ആക്റ്റീവ് യൂസർ ആയിട്ടാണെങ്കിലും ഫാമിലി യൂസർ ആയിട്ടാണെങ്കിലും. എങ്കിൽ 2 ബെനിഫിറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞു അല്ലെ? മൂന്നാമതോ
ടീം ബിൽഡിംഗ് കമ്മീഷൻ. കമ്പനി നമുക്ക് ഈ പറയുന്ന റഫറൽ ഇൻകം, ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ് ഒക്കെ ഉണ്ടല്ലോ, ഒരു സിംഗിൾ ലൈൻ പോയാലും കിട്ടുന്ന ഇൻകമാണ് നമ്മളിൽ നിന്ന് ആരംഭിക്കുന്ന ബിസിനസ്സിലൂടെ. എന്നാൽ മൂന്നാമതോ ടീം ബിൽഡിംഗ് കമ്മീഷൻ. അത് രണ്ട് ഓർഗനൈസേഷൻ അങ്ങ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ മാച്ചിങ്ങിന്, ഓരോ മാച്ചിങ് 400 രൂപ വെച്ച് കമ്പനി നമുക്ക് അങ്ങ് തരും. അതിന് മാത്രം ഡെയിലി ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, 10,000 രൂപ, 10,000 രൂപ. നാലാമത്തെ ഇൻകം എന്താണ്? ഇൻസെന്റീവ് ലോഡഡ് ബൈനറി. കമ്പനി അവതരിപ്പിക്കുന്നു 14 റാങ്ക്, 14 റാങ്ക് റെക്കഗ്നേഷൻ തരികയാണ്. നമുക്ക് ഇത്രയും വരുമാനമൊക്കെ ഉണ്ട്, ഓക്കെ. കമ്പനി റെക്കഗ്നേഷൻ തരുന്നു. ഓരോ റാങ്കിനും ഒരു പേരൊക്കെ ഉണ്ട് കേട്ടോ. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, മാർക്കറ്റിംഗ് ഓഫീസർ, സീനിയർ മാർക്കറ്റിംഗ് ഓഫീസർ, ടീം ഡെവലപ്മെന്റ് ഓഫീസർ, സീനിയർ ടീം ഡെവലപ്മെന്റ് ഓഫീസർ, അങ്ങനെ അടങ്ങുന്ന 14 റാങ്കുകൾ. 14. ഈ 14 റാങ്കിലും നമുക്ക് റെക്കഗ്നേഷൻ ഉണ്ട്. കമ്പനിയുടെ പ്രോഗ്രാമിൽ നിന്ന് നമുക്കത് എൻജോയ് ചെയ്യാം. നമ്മുടെ ബൈനറിയുടെ സെയിം വോളിയം, അതിന് പ്രത്യേകിച്ച് ഒരു വോളിയത്തിന്റെ പിന്നാലൊന്നും ഓടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഓരോ റാങ്കിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഇൻസെന്റീവ് ഇങ്ങനെ കൂടി കൂടി സ്റ്റെപ്പ് ആയിട്ട് ഇൻസെന്റീവ് അങ്ങ് തരും കമ്പനി. 1ാമത്തെ റാങ്കിലെത്തുമ്പോൾ ഒരു ഇൻസെന്റീവ്, 2ാമത്തെ റാങ്കിലെത്തുമ്പോൾ ഒരു ഇൻസെന്റീവ്. ഇങ്ങനെ 14 റാങ്കിൽ കൂടി 10 കോടി രൂപ ഇൻസെന്റീവ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇൻസെന്റീവ് പ്രോഗ്രാമാണ് ഈ കമ്പനി അവതരിപ്പിക്കുന്ന 4ാമത്തെ ഇൻകം. ഇന്ന് ഈ കമ്പനിയിൽ 7 റാങ്ക് വരെ അച്ചീവ് ചെയ്തവരുണ്ട്. 7 റാങ്ക് വരെ അച്ചീവ് ചെയ്ത ആളുകൾ ഈ കമ്പനിയിലുണ്ട്. കുറഞ്ഞ ടൈമിൽ 2024 ആരംഭിച്ച ബിസിനസ് ഐഡിയിലൂടെ 7 റാങ്കില് 8 മാസം കൊണ്ട് എത്തിയ ആളുകളുണ്ട്. വെറും 6-7 മാസം കൊണ്ട് കമ്പനിയുടെ 6ാമത്തെ റാങ്കിൽ എത്തിയവരുണ്ട്. ഒരു കുടുംബക്കാരോ നാട്ടുകാരോ ബന്ധുക്കാരോ ആരുമല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ ഈ പ്രോഗ്രാം കേട്ടിട്ട് വന്ന ആളുകൾ ഇന്ന് വലിയ വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ട്രാവൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തോളൂ. നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി, ഒരു ബിസിനസ്സിന് വേണ്ടി, നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ മറ്റു പല കാര്യത്തിന് വേണ്ടി ട്രാവൽ ചെയ്യുന്നില്ലേ? എങ്കിൽ ഇതൊക്കെ ജെനുവിനാണോ, ഇതെല്ലാം ഉള്ളതാണോ എന്നുള്ളത് അറിയണമെങ്കിൽ ട്രാവൽ ചെയ്തോളൂ. ഇതിനെക്കുറിച്ച് അറിയാൻ മനസ്സിലാക്കിയിട്ട് വന്നാൽ മതി. ടൈം എടുത്തോട്ടെ. വെറും ഒരു നെറ്റ്വർക്കായിട്ട് ഇതിനെ കാണണ്ട. പക്ക ബിസിനസ് കാശുണ്ടാക്കാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, ഒരു ടെൻഷനില്ല. ഒരാളും വന്ന് തെറി വിളിക്കില്ല. കുടുംബം നഷ്ടപ്പെടില്ല, ഫാമിലി നഷ്ടപ്പെടില്ല, ഫ്രണ്ട്സുകൾ നഷ്ടപ്പെടില്ല, കയ്യിലുള്ള കാറോ വീടോ ഒന്നും നഷ്ടപ്പെടില്ല. വല്ലതുണ്ടോ ഇവിടെ? വല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ ഇവിടെ? ആരെങ്കിലും കാശിട്ടോ കാശുണ്ടാക്കാന്ന് പറയുന്നുണ്ടോ? ഇല്ല. ബിസിനസ് വേണോ എങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഐ.ടി കമ്പനിയുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു അടിത്തറ നമുക്കുണ്ട്. അവതരിപ്പിക്കുന്നു സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഇന്റഗ്ര എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന ഐ.ടി കമ്പനി. ഉപയോഗപ്പെടുത്താം, എല്ലാവർക്കും ഏറ്റെടുക്കാം. കാശുള്ളവനും ഇല്ലാത്തവനും ഫ്രീ ആയിട്ട് വരാം, ട്രേഡ് ആയിട്ട് വരാം, അല്ലെ? ഇങ്ങനെ 4 ഇൻകമാണ് പറയുന്നത്, കൊടുക്കുന്നത്. ഇന്ന് ഒരുപാട് ഇൻകം വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എങ്കിൽ ഇനി നമുക്കൊരു ഫാമിലി പാക്കേജ് എടുത്ത് വരികയാണെങ്കിലോ? ഫാമിലി പാക്കേജ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട്, ഇല്ലേ? ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള മെത്തേഡ് ഉണ്ട്, പെയ്ഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരെണ്ണം വാങ്ങിച്ചാൽ കമ്പനിയുടെ ആക്റ്റീവ് യൂസർ ആകും. 2 എണ്ണം വാങ്ങിക്കാം. നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ 2 പേർക്ക് വേണമെങ്കിൽ. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ടെങ്കിൽ ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്കൊക്കെ വേണ്ടതാണ്. ഒരാൾക്ക് മാത്രം മതി ഒരു വീട്ടിൽ സാമ്പത്തിക അച്ചടക്കം അല്ല, എല്ലാവർക്കും വേണം. ഏത് കുട്ടികൾക്കും എത്ര ഏജുള്ള ആളുകൾക്കും വേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് സേവ് ആപ്പ്. എങ്കിൽ 1 വേണോ, 2 വേണോ, 3 വേണോ, 4 വേണോ, 5 വേണോ, 10 വേണോ, ഇതൊക്കെ ആർക്ക് തീരുമാനിക്കാം? നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ ഇഷ്ടമാണ് എത്ര എണ്ണം വാങ്ങിക്കാം. പ്ലേ സ്റ്റോറിലുണ്ട്, വാങ്ങിക്കാം. സ്പോട്ടിൽ നമുക്ക് ഒരാളും കാത്തിരിക്കുന്നു വേണ്ട. സ്പോട്ട് ആക്ടിവേഷൻ ആണ്. ആരെങ്കിലൊക്കെ ക്യാഷ് വാങ്ങിച്ച് നാളെ ആക്ടിവേഷൻ ആവും, മറ്റന്നാളാവും, പിറ്റന്നാളാവും, ഒരാഴ്ച, ഒരു മാസം, ഒന്നുമില്ല. സ്പോട്ട് ആക്ടിവേഷൻ. നമുക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് UPI ഏത് ഫോർമാറ്റിൽ നമുക്കത് പർച്ചേസ് ചെയ്യാം. സ്പോട്ടിൽ അതിന്റെ GST ബില്ലും കിട്ടും. ഇങ്ങനെ മിനിമം 3 എണ്ണം നമ്മുടെ പേരിൽ അങ്ങ് വാങ്ങിക്കുകയാണെങ്കിൽ അത് ഒന്നുകിൽ ഫാമിലിക്ക് ഉപയോഗിക്കാനാവാം, അതല്ലെങ്കിൽ ഇതിന്റെ ബിസിനസ് പ്ലാൻ കേട്ട് ഇതിലൂടെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനാവാം. ഏതുമാവട്ടെ, നമ്മുടെ ഇഷ്ടമാണ്, അല്ലേ?
കമ്പനി ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ വാങ്ങിച്ചോ, ഇനി വാങ്ങിക്കാൻ ക്യാഷ് ഇല്ല, ഫ്രീ ആയിട്ട് ഉപയോഗിച്ചോ. കമ്പനി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എന്താ സംഭവിച്ചത്? 3 മിനിമം നമ്മുടെ പേരിൽ വാങ്ങിച്ചു, നമ്മൾ ഈ കമ്പനിയുടെ ഒരു ഫാമിലി യൂസർ ആകും. ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 3 വർക്കിംഗ് ഐ ഡി തരൂലേ? ഒരു ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്ന വ്യക്തിക്ക് ഒരു വർക്കിംഗ് ഐ ഡി ആണ് കിട്ടുന്നത്. അപ്പൊ 3 വാങ്ങിച്ചാൽ 3 തരുന്നു. 3 നമുക്ക് ബിസിനസ് ചെയ്ത് ഈ പറഞ്ഞ ഇൻകം ഉണ്ടാക്കാം. 3 നമുക്ക് റെക്കഗ്നേഷൻ വാങ്ങിക്കാം. 3 നമുക്ക് ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ്. 3 നമുക്ക് റഫൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാം. 3 നമുക്ക് ടീം ബിൽഡിംഗ് കമ്മീഷൻ ഉണ്ടാക്കാം. അതുകൂടാതെ 3 ID ഒപ്പം 3 സേവ് ആപ്പ് തന്നു, ഫാമിലിക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ ഡിജിറ്റൽ വെബ് കാർഡ് തരുന്നുണ്ട്. 3 ഡിജിറ്റൽ വെബ് കാർഡ്, 3 അതിന്റെ ബിൽ, നമ്മുടെ GST ബിൽ നമുക്ക് തരുന്നുണ്ട്. പർച്ചേസ് പോയിന്റ് 3 കൂടി ടോട്ടൽ ഒരു 14,500 പർച്ചേസ് പോയിന്റ് കിട്ടുന്നുണ്ട്. ഈ 14,500 പർച്ചേസ് പോയിന്റ് കിട്ടണമെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത 7 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ആക്റ്റീവ് ചെയ്താലാണ് 14,500 പർച്ചേസ് പോയിന്റ് കിട്ടുള്ളൂ. ഈ പർച്ചേസ് പോയിന്റ് നഷ്ടപ്പെടുത്തരുത് കേട്ടോ. പവർഫുൾ ആണ്. സേഫ് കാർഡ് വരാൻ പോകുന്നു. നമ്മുടെ ഓൺ പ്രോഗ്രാം ആണ്. അതിൽ വരുന്ന ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ വേണ്ടി ഈ പർച്ചേസ് പോയിന്റ് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇനി 7 ദിവസം കൊണ്ട് നമുക്ക് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ 14 ദിവസത്തിനുള്ളിലാണെങ്കിൽ നേരെ പകുതിയായിരിക്കും പർച്ചേസ് പോയിന്റ് കിട്ടുക. ഇനി 14 ദിവസം കഴിഞ്ഞാലോ പർച്ചേസ് പോയിന്റ് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ പർച്ചേസ് പോയിന്റ് ആരും കളയാതിരിക്കുക. ഇനി ഇതുകൂടാതെ 3 ആപ്ലിക്കേഷൻ വാങ്ങിച്ച വ്യക്തികൾക്ക് ഒരു നോൺ വർക്കിംഗ് ഇൻകം, ഒരു ഗിഫ്റ്റ് ആയിട്ട് കമ്പനി തരികയാണ്. ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും ഏത് കമ്പനികളായാലും കമ്പനിയുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കണം. അതിന് പല ഓഫറുകളും ഉണ്ടാകും, ഇല്ല? എന്നാൽ ഈ കമ്പനിയുടെ സീനിയോറിറ്റി ലെവലില്, അത് ആരുടെ ടീമാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ആദ്യം വാങ്ങിക്കുന്ന വ്യക്തികൾ, ഈ കമ്പനിയിൽ നിന്ന് 3 സേവ് ആപ്പ് ഒരുമിച്ച് വാങ്ങിക്കുന്ന ആളുകള് സീനിയോറിറ്റി ലെവലില് ആദ്യം വരുന്നവരെ ഒരൊറ്റ ക്യൂവിലേക്ക് അങ്ങ് എൻട്രി ആകുന്നു. ഒരു സിംഗിൾ ലൈനിലേക്ക്, ഒറ്റ ലൈനിലേക്ക് വരുന്നവര് കയറി നിൽക്കും. അതിന് മിനിറ്റും ഡേയും മാസം ടൈമും എല്ലാം എന്തുണ്ട്? സീനിയോറിറ്റിക്ക് വാല്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഓരോരുത്തരും സീനിയോറിറ്റി കളയാതെ അതിനുള്ളിലേക്ക് കയറി നിൽക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. 3 ആപ്ലിക്കേഷൻ വരുന്ന അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആളുകൾ ഒറ്റ ലൈനിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ ആദ്യം വന്ന് ആ ക്യൂവിലേക്ക് കയറി നിൽക്കുന്ന ആളുകളിലേക്ക് ഗിഫ്റ്റ് ആയിട്ട് ആദ്യം ഒരു 12,000 രൂപ കൊടുക്കുന്നു കമ്പനി. രണ്ടാമതൊരു 60,000 രൂപ, മൂന്നാമത് 2,40,000 രൂപ, ടോട്ടൽ 3,12,000 രൂപ ഒരു ഫാമിലി പാക്കേജ് അഥവാ 3 ആപ്ലിക്കേഷൻ എടുത്ത് ഈ ബിസിനസ്സിലേക്ക് വരുന്നവർക്ക് കൊടുക്കുന്നു. ഇതിന്റെ ടൈം ലീഡേഴ്സിന് പറയാൻ പറ്റൂ? കമ്പനിക്ക് പറയാൻ പറ്റൂ? MDക്ക് പറയാൻ പറ്റൂ? ഇല്ല. എന്താ സംഭവിക്കുന്നത്? കൊടുക്കാൻ പറ്റുന്ന ഇൻകമാണ്. ആദ്യം വന്നവർക്കും അവസാനം കിട്ടുന്നവർക്കൊക്കെ കിട്ടുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട് സിസ്റ്റം. ഈ കമ്പനിയിൽ എത്ര കണ്ട് ഫാസ്റ്റ് ആയിട്ട് ഫാമിലി പാക്കേജ് സെയിൽ നടക്കുന്നു, അത്ര ഫാസ്റ്റ് ആയിട്ട് സീനിയോറിറ്റി ലെവലുള്ള ആളുകളിലേക്ക് അത് കിട്ടുന്നു. വീണ്ടും ഫാമിലി പാക്കേജ് എടുത്ത് വരുമ്പോൾ ആ സീനിയോറിറ്റി ലെവൽ അങ്ങ് കൊടുക്കുമ്പോൾ വീണ്ടും ഈ ഫാമിലി പാക്കേജിൽ നിന്ന് ഒരൊറ്റ തവണ ഈ 3,12,000 കിട്ടി അവസാനിക്കുക എന്നുള്ളതല്ല. അതിൽ നിന്ന് തന്നെ ആ സ്പീഡിനനുസരിച്ച് അങ്ങ് കറങ്ങുമ്പോൾ തിരിയുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? കൂടുതൽ വരുമാനത്തിലേക്ക് എത്താൻ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ഇതിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പല ഫിസിക്കൽ പ്രോഗ്രാമിലും അതേപോലെ തന്നെ ഡിജിറ്റൽ പ്രോഗ്രാമിലും അതല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലും ചോദിക്കാം, എങ്ങനെയാണ് 12,000 കൊടുക്കാൻ പറ്റുന്നതാണോ? അല്ലെങ്കിൽ എങ്ങനെ 60,000 കൊടുക്കുന്നു? എങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പ് ഒന്ന് പറയാമോ? എങ്ങനെ 60,000? ഇത് വളരെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇന്ന് ഒരുപാട് ആളുകൾ വാങ്ങിച്ചിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. 12,000 60,000 കിട്ടിയ ഇഷ്ടം പോലെ ആളുകൾ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ ഇത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതുകൂടാതെ 3 ആപ്ലിക്കേഷൻ വാങ്ങിച്ച വ്യക്തികൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി അത് ഫ്രീ ആണെങ്കിൽ പോലും
നമ്മളിൽ നിന്ന് ആരംഭിക്കുന്ന 20 ലെവലിൽ കിട്ടുന്ന റീചാർജിന്റെ ലെവൽ ഇൻകം 3% 20 ലെവൽ എൻജോയ് ചെയ്യാൻ പറ്റും. 20 ജനറേഷൻ. ഇതാണ് പ്രോഗ്രാം. ഇനി ക്ലബ് ബോണസുകളുണ്ട്. ക്ലബ് ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈനറി ഇൻകം ഉണ്ടല്ലോ 400, അതങ്ങ് 400-ൽ നിന്ന് 600-ലേക്ക് എത്തും. 10,000 ഉള്ളത് 15,000 രൂപ ആക്കി മാറ്റാൻ പറ്റും. 5 ക്ലബുകളാണ് അവതരിപ്പിക്കുന്നത്. യുവർ ടീം സപ്പോർട്ട്. അതെങ്ങനെയാന്നുള്ളതൊക്കെ അടുത്ത പ്രോഗ്രാമിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ബിസിനസ് വേണം, വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് ഏറ്റവും സൈഡ് കാര്യങ്ങൾ അറിയാൻ ഒരു 3-4 മീറ്റിംഗ് ഒക്കെ അങ്ങ് അറ്റൻഡ് ചെയ്യും. ഓക്കെ. ഇനി ഇതുകൂടാതെ കോർ കമ്മിറ്റി മെമ്പർ ആവാനുള്ള അവസരമുണ്ട്. നമുക്ക് ഈ കമ്പനിയില്, ഈ സിസ്റ്റത്തില് നാളുകളിൽ ഒരു ഫോളോ അപ്പിലൂടെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റും ഒരു പ്ലാനും ഒരു സിസ്റ്റമായിട്ട് മാറുമ്പോൾ അതിന്റെ ടോപ്പിൽ നിന്ന് എൻജോയ് ചെയ്യാനുള്ള അവസരം ഈ കമ്പനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഏകദേശം ഒരു 55ഓളം കോർ കമ്മിറ്റി മെമ്പർ ഈ സിസ്റ്റത്തിലുണ്ട്. നിങ്ങൾക്കും കടന്നു വരാം ഈ കമ്പനിയിലേക്ക്. കോർ കമ്മിറ്റി മെമ്പർ CCM, അവർക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ട്. അതെന്താണെന്നൊക്കെ മനസ്സിലാക്കാം. നെക്സ്റ്റ് DCM ആകാം. എന്താണ് DCM? അതുകൂടാതെ നമുക്ക് ഇപ്പൊ പറഞ്ഞ പ്രോഗ്രാം ഒക്കെ ഫുൾ ലൈവാണ്. പ്രൊഡക്റ്റ് ലൈവാണ്. സേവ് ആപ്പ് ഏതെങ്കിലും കാലത്ത് വരുമെന്ന് പറഞ്ഞിട്ട് പറയുന്നതല്ല. ലൈവ്, ടോട്ടലി ഉപയോഗിക്കാൻ പറ്റും. ഡിജിറ്റൽ വെബ് കാർഡ് ലൈവ് ആണ്. നമുക്ക് എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പല മീറ്റിങ്ങുകളിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാറുണ്ട്. ഇന്നലെ രാത്രി 9 മണിക്കുള്ള മീറ്റിംഗിലും കാണിച്ചിരുന്നു. ഈ ബിസിനസ് ചെയ്യണം, വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എല്ലാ ദിവസവും 3 നേരം മീറ്റിംഗ് ഉണ്ട്. കാലത്ത് 6 മണിക്ക്, കാലത്ത് 9, കാലത്ത് 11 മണി, രാത്രി 9. ഇനി എക്സ്ട്രാ സൂം മീറ്റിങ്ങുകൾ വേണമെങ്കിൽ ചോദിച്ചാൽ, റിക്വസ്റ്റ് ചെയ്താൽ അതും നടക്കുന്നുണ്ട്. പല ടീമിൻ്റെതായ പ്രോഗ്രാമുകളുണ്ട്, ഫിസിക്കൽ പ്രോഗ്രാമുകളുണ്ട്. നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു അവസരം നമ്മുടെ കൈകളിൽ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോ ഇതിന്റെ പേ ഔട്ട് ലൈവാണ്, ഡെയിലി പേ ഔട്ട് ആണ്. നമ്മുടെ റഫൽ സെയിൽസ് കമ്മീഷനും അതേപോലെ തന്നെ ടീം ബിൽഡിംഗ് കമ്മീഷനും ഒക്കെ ഉണ്ടല്ലോ, അത് ഡെയിലി പേ ഔട്ട് ആണ്. ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവും റാങ്കിൻ ഇൻസെന്റീവുകളും നമ്മൾ അച്ചീവ് ചെയ്ത എമൗണ്ടുകൾ ബുധനാഴ്ചകളിൽ അങ്ങ് അക്കൗണ്ടിലേക്ക് വരും. ഇതില് നമ്മുടെ നോൺ വർക്കിംഗ് ഇൻകം അച്ചീവ് ചെയ്ത ആളുകൾക്ക് ബുധനാഴ്ചകളിൽ അവരുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. വെയിറ്റിംഗ് ഇല്ല. നമ്മുടെ ക്ലബ് ബോണസുകൾ, CCM ബോണസ്, അതേപോലെ തന്നെ നമ്മുടെ ക്ലബ് ബോണസ് ഇതൊക്കെ ഉണ്ടല്ലോ, അത് മന്ത്ലി 1-ാം തീയതി 2-ാം തീയതി ആയിട്ട് അക്കൗണ്ടിലേക്ക് വരും. മന്ത്ലി ബോണസ് എന്ന് പറയുന്ന, CCM ബോണസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിൽ നിന്ന് ആരംഭിക്കുന്ന ബിസിനസ്സിലൂടെ കിട്ടുന്ന, നമ്മൾ ചെയ്യുന്ന റഫർ ലിങ്ക്, ലെവൽ ലിങ്ക്, മാച്ചിങ് ഇതൊക്കെ കൂടിയും കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ, അത് 5% മന്ത്ലി ബോണസ് ആയിട്ട് കമ്പനി കൊടുക്കുന്നുണ്ട് CCM-ന്. അവരിൽ നിന്ന് ആരംഭിക്കുന്ന ബിസിനസ്സിലൂടെ കിട്ടുന്ന 5%, അത് മന്ത്ലി കിട്ടും, വാങ്ങിക്കാം. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഇന്ന് 11 മണിക്കുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തൊരു ദിവസം ഈ കമ്പനിയുടെ MD പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം തൃശ്ശൂരിൽ വരുന്നുണ്ട്. ഡേറ്റ് അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സുകളൊക്കെ അങ്ങ് പങ്കെടുക്കണം. നിങ്ങൾ ട്രാവൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുക. അദ്ദേഹത്തിൽ നിന്ന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അത് എന്നാണെന്നൊക്കെ നമുക്ക് ഗ്രൂപ്പുകളിലൂടെയും മീറ്റിങ്ങിലൂടെയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നാളേക്ക് മാറ്റിവെക്കാതെ ഇതെന്താണെന്ന് ഫാസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി അതിന്റെ സീനിയോറിറ്റി കളയാതെ ഇതിനുള്ളിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങൾക്ക് സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ബിസിനസ്സിലൂടെ വിജയിക്കാൻ പറ്റും. ടൈം എടുത്താലും വിജയിക്കാൻ പറ്റും 100%. നമുക്ക് വല്ല ടെൻഷൻ ഉണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? ഒരു തരത്തിലും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, അല്ലേ? ഉണ്ടോ? ആർക്കെങ്കിലും വല്ലതും നഷ്ടപ്പെടാനുണ്ടോ? ഇല്ല. എങ്കിൽ വളരെ ഇഷ്ടത്തോടു കൂടി ഇത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് വന്നോളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നിങ്ങൾ എല്ലാവരും ഇന്ന് 11 മണിക്കുള്ള മീറ്റിംഗിൽ ഉണ്ടാകണം. ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ഫാമിലി ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ടീമുകൾ ഉണ്ടായിരിക്കണം. ഇന്ന് 11 മണിക്കുള്ള പ്രോഗ്രാമിലൂടെ നമുക്ക് പ്ലാൻ പ്രസന്റേഷൻ വളരെ ക്ലിയർ ആയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. എന്താണ് കമ്പനിയുടെ പ്രൊഫൈൽ, പ്രൊഡക്റ്റ്, പ്ലാന്, സിസ്റ്റത്തെ കുറിച്ച് ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിക്കുന്നു 11 മണിക്ക്. ഓക്കെ, താങ്ക് യു.
Thank you, sir. Thank you, sir. Thank you, sir. Thank you. you. Thank you. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Okay, thank you. Thank you, sir. Thank you.